ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിന്നൂസ് വേൾഡ്. എല്ലാവർക്കും സ്വാഗതം മിന്നൂസ് വേൾഡിലേക്ക്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കഴുകി വെച്ച ബീഫിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ബീഫ് വേവാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇനി ഇതൊരു 4 വിസിൽ അടിക്കട്ടെ, അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഗായ്സ്, നമുക്ക് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചത്, തേങ്ങാക്കൊത്ത്, സവോള, പച്ചമുളക്. ചട്ടി ചൂടായി. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കതിലേക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമുക്കത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരണേ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇനി നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ. സവോള ഒന്ന് വഴന്ന് വരാൻ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി സവോള നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വരണം. സവോള നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇനി എല്ലാത്തിൻ്റെയും പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മസാല എല്ലാം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല തൂക്കി കൊടുക്കാം. ഇനി നല്ല രീതിയിൽ തന്നെ കറി ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഒന്ന് പറ്റി വരട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്കിതിലേക്ക് പകുതി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇത്തിരി ബീഫൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും മഴക്കാലമൊക്കെ അല്ലേ വാങ്ങിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ ബൈ ബൈ.